ഹായ് ഡിയേഴ്സ്, ഓണസദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണല്ലോ പച്ചടി. തക്കാളി പച്ചടി, മത്തൻ പച്ചടി, ബീട്രൂട്ട് പച്ചടി, പൈനാപ്പിൾ പച്ചടി, അങ്ങനെ പലതരം പച്ചടികളുണ്ട്. നമുക്കിന്ന് പഴം പച്ചടിയിൽ തുടങ്ങാം. സമയം കിട്ടുന്നതനുസരിച്ച് ഓരോരോ പച്ചടിയും നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യം 2 പഴം എടുത്ത് ഞാൻ ഈ സൈസിലാണ് മുറിച്ചിരിക്കുന്നത്. നാടൻ നേന്ത്രപ്പഴമായതുകൊണ്ട് കഷ്ണങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഒരു പഴം കൂടി എടുത്ത് മുറിച്ചിട്ടുണ്ട്. ഇത്ര പീസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ പഞ്ചസാരയിട്ട് ഒന്ന് ഇളക്കിയ ശേഷം മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു പിടി തേങ്ങ, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ചതച്ച കടുകും 2 നുള്ളി ജീരകവും ഇട്ട് നല്ല ഫൈനായിട്ട് അരയ്ക്കുക. വെള്ളം ഒഴിക്കരുത്. നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. ഈ അരപ്പ് നല്ലപോലെ വേവിക്കണം. വെള്ളം ഒഴിക്കരുത്. ഒട്ടും വെള്ളം ഒഴിക്കാതെ നല്ലപോലെ പച്ചമണമെല്ലാം മാറി വെന്ത ശേഷം നമുക്കിതിലേക്ക് ഉടച്ച തൈര് ഒഴിച്ചു കൊടുക്കണം. ഫോർക്ക് വെച്ച് ഉടച്ചാണ്. മിക്സിയിലിട്ട് ഉടച്ചു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം പോലെ ആവും. തൈരിന് നല്ല പുളിയും വേണം. ഇതിന് പതുക്കെ മിക്സ് ചെയ്യുക. തൈര് തിളയ്ക്കരുത്. ഇനി തീ ഓഫ് ചെയ്യാം. അരപ്പ് ചേർക്കുന്നത് മുതൽ ലോ ഫ്ലെയിമിലായിരിക്കണം സ്റ്റവ്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് കറിവേപ്പിലയും 2 വറ്റൽമുളകും ചേർത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതുക്കെ കഷ്ണങ്ങൾ ഉടയാതെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിനെ ഒന്ന് മൂടി വെച്ച് അല്പസമയത്തിന് ശേഷം മാത്രം സെർവ് ചെയ്യാം. ഇനി അടുത്ത പച്ചടി നമുക്ക് ഉണ്ടാക്കാം. അതൊരു തൈര് പച്ചടിയാണ്. അതിനും 1 പിടി തേങ്ങ, 1 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ കടുക്, 1 നുള്ളി ജീരകം നല്ല ഫൈനായിട്ട് അരയ്ക്കണം. ഒട്ടും വെള്ളം ചേർക്കരുത്. ഒരു പാൻ എടുത്ത് അതിലൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ഒരു 5 ചെറിയുള്ളി നൈസായി വട്ടത്തിലരിഞ്ഞത്, 1 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 2 ഉണക്കമുളക് പൊട്ടിച്ചതിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റുക. മുരിഞ്ഞു പോകരുത്. അതിലേക്ക് നമ്മുടെ അരപ്പിട്ട് ഇളക്കി നല്ലപോലെ വേവിക്കണം. ഒട്ടും വെള്ളം ചേർക്കരുത്. അരപ്പിൻ്റെ പച്ചമണമെല്ലാം മാറിയ ശേഷം നല്ല പുളിയുള്ള കട്ടത്തൈര് ഫോർക്ക് വെച്ച് ഉടച്ച് അതിൻ്റെ 3 കരണ്ടി എടുത്ത് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യുക. തിളയ്ക്കരുത്. തുടരെ മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. എന്നിട്ടും എത്ര ലിക്വിഡായിരിക്കുന്നു നോക്കൂ. തണുക്കുമ്പോൾ തന്നെ അത് കട്ടിയാവും. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു അല്പം ഡെക്കറേഷൻ ആവാം. നിങ്ങൾ ഈ 2 പച്ചടിയും ഉണ്ടാക്കി നോക്കുമല്ലോ. താങ്ക് യു.